ചേച്ചിയായിട്ടുള്ള പെർഫോമൻസ്. യെസ്, ചേച്ചിയായിട്ടുള്ള പെർഫോമൻസ് എനിക്ക് അത് തന്നെയാണ് എനിക്കൊരു നാഷണൽ അവാർഡൊക്കെ പോലെ. ഇറ്റ്സ് ലൈക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പുറത്തു വരുന്ന പോലെയാണ്. കോമ്പറ്റീഷനോ എന്തെന്നാ പറയണേ, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കുളം എന്താ പറയുക ഓഷ്യനുമായിട്ട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കണ പോലെയാണ്. ഇപ്പോൾ നോ കോമ്പറ്റീഷൻ. ഒരുപാട് പഠിക്കാനുണ്ട് ചേച്ചിയുടെ അടുത്ത്. ഇനിയും കുറേ സിനിമകൾ എനിക്ക് ചേച്ചിയിലൂടെ ചെയ്യണം എന്നുള്ള ആക്രാന്തം ഉണ്ട്, അത് മനസ്സിലായി. പിന്നെ ഓഫ് കോഴ്സ് യെസ്, എല്ലാവരുടെയും കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട്. പക്ഷെ ഒരു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടുന്നതിന് ഒരു വലിയ അനുഗ്രഹമാണ്. ഐ സീ യു. താങ്ക്സ്. Anybody else? Thank you. Anybody else has some questions? എനിക്ക് എന്താണ് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നത്. ഫസ്റ്റ് ഫിലിമിൽ തന്നെ പാർവതിയും ചേച്ചിയോടത് കൂടെ കിട്ടിയെന്നുള്ളൊരു ഡയറക്ടറിനെ എനിക്ക് തോന്നുന്നു എത്രാമത്തെ സിനിമ ചെയ്യുമ്പോഴും ഇതൊരു ഡ്രീം കാസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ആസ് എ ഡയറക്ടർ എനിക്ക് എൻ്റെ ജോലി വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് ഡയറക്ഷൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ടു എന്താണ് സംഭവിച്ചത്. ജനങ്ങളുടെ ഒരു അഭിപ്രായം കാണുമ്പോൾ എന്ന് തോന്നുന്നു എല്ലാവരും ഭയങ്കര റെസ്പോൺസാണ് പറയുന്നത്. ഭയങ്കര സന്തോഷം. ഭയങ്കര ഇമോഷണൽ, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ, കുറേ ഇമോഷൻസ് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പടം. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു ഭാരം തോന്നുന്ന തരത്തിൽ ഉള്ളൊരു സ്റ്റോറിയും ഒക്കെ അഭിനയം ആയാലും ഭയങ്കര അടിപൊളിയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഇമാതിരി പടം കണ്ടിട്ടില്ല. സൂപ്പർ പടമാണ്. ഇത് കാണണം എന്ന് പറയാനുള്ള മെയിൻ റീസൺ ഊർവശി ചേച്ചിയാണ്. ഊർവശി ചേച്ചിയുടെ മുകളിൽ ഒരു നടി മലയാളത്തിൽ പ്രസൻറ്റ് ടൈമിൽ ഇപ്പോൾ ഇല്ല. ശോഭന പറഞ്ഞാലും മഞ്ജു വാര്യർ പറഞ്ഞാലും ഊർവശിയൊക്കെ പറഞ്ഞാലും ഊർവശി ചേച്ചിയുടെ ഒരു വേറൊരു വേ ഓഫ് സ്റ്റൈലാണ്. ഈ പാർവതി ഊർവശി ചേച്ചിയോടുള്ള കുറേ കോമ്പിനേഷൻ ചെയ്യുന്നൊക്കെ ഹെവി സാധനം. ഒരു ഫ്ലഡ് ബേസ്ഡുള്ള ഒരു സ്റ്റോറിയാണ്. അതിൽ സുശീലിൻ്റെ മ്യൂസിക് ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ പിടിച്ചിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇവർ നമ്മൾ കോമ്പിനേഷൻ സീനുകൾ, പിന്നെ ക്ലൈമാക്സിന് നല്ല ടെസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു സെക്കൻഡ് ഹാഫ് ലാഗുണ്ട്. പക്ഷേ എന്നാലും അത് കഥയ്ക്കുള്ള ലാഗാണ്. ഡയറക്ഷൻ വൈസ് ആണെങ്കിലും എവരി ഏരിയ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും ഉള്ളൊരു കഥ. അത് നമ്മുടെ പാർവതിയും അതേപോലെ തന്നെ ഉർവശി ചേച്ചിയും പ്രശാന്ത് മുരളി അതേപോലെ തന്നെ അർജുൻ അലൻസിയറേറ്റ് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെ റോളുകളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന നല്ലൊരു കഥ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ഡയറക്ഷൻ.